ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞൂസ് ആൻഡ് അമ്മൂസ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസമായി PSC ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടുന്നില്ല. സ്കൂൾ അടച്ചപ്പം സമയം ഒട്ടും കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് ഇന്ന് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഇടാമെന്ന്. കൂടുതലും കുട്ടികളുടെ വീഡിയോസാണ് ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ഇടുന്നത്. അത് എനിക്കിത് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെ ഇന്നിപ്പം ഞാൻ വിചാരിച്ച് PSC ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇടാമെന്ന്. അപ്പം ഞാൻ ഇന്ന് പഠിക്കാൻ ഞാൻ എടുത്ത ഭാഗം ഈ മൗലിക കടമകളുടെ ഭാഗമാണ്. മൗലിക കടമകൾ, ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും. പൗരത്വം ആർട്ടിക്കിൾ 5 to 11 ആണ് കേട്ടോ. ചിരകാല അധിവാസം മുഖേന ലാറി ബേക്കർ ഇന്ത്യൻ പൗരത്വം നേടിയ വർഷമാണ് 1989. ചിരകാല അധിവാസം മുഖേന ലാറി ബേക്കർ ഇന്ത്യൻ പൗരത്വം നേടിയ വർഷം 1989. വാസ്തുവിദ്യ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ലാറി ബേക്കർ. വാസ്തുവിദ്യ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ലാറി ബേക്കർ. എൻ്റെ വീഡിയോ അത്ര ക്ലാരിറ്റി ഇല്ലാതെ ഞാൻ വീണ്ടും ഒന്നും കൂടി ഇപ്പോൾ എടുത്ത് പറയുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ പൗരത്വം ലഭിക്കുന്നു. ഏതൊക്കെയാണെന്ന് വെച്ചാൽ: ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരം, ചിരകാലവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ പൗരത്വം ലഭിക്കുന്നു. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരം, ചിരകാലവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടുന്നത് പരിത്യാഗം മുഖേന, അതായത് സ്വമേധയായുള്ള പൗരത്വം ഉപേക്ഷിക്കലാണ് പരിത്യാഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് പരിത്യാഗം മുഖേന. രണ്ടാമത്തേതാണ് നിർത്തലാക്കൽ, ടെർമിനേഷൻ, നിർത്തലാക്കൽ. മൂന്നാമത്തേത് വരുന്നത് പൗരത്വ അപഹരണം, ഡെപ്രിവേഷൻ. പൗരത്വ അപഹരണം, ഡിപ്രിവേഷൻ. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം. ഇത് ആരുടെ വാചകമാണ്? അരിസ്റ്റോട്ടിൽ. അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരനെന്ന് വിളിക്കാം. ഇത് ആരുടെ വാചകമാണ്? അരിസ്റ്റോട്ടിൽ. ഒരു ഇന്ത്യൻ പൗരന് ലഭ്യമാകുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഏതെല്ലാമാണ്? വോട്ട് ചെയ്യാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. ഒരു ഇന്ത്യൻ പൗരന് ലഭ്യമാകുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ: വോട്ട് ചെയ്യാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇനിയും എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലാകാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഞാൻ പഠിക്കുന്നൊരു രീതിക്കാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത്. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇട്ടാൽ മതി, ഞാനത് മാറ്റാൻ നോക്കാം. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.